നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 2 യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയ എന്ന രാജ്യത്ത് പ്രതിവർഷം 1.5 ലക്ഷം രൂപ എന്ന കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് PG പ്രോഗ്രാംസ് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അതോടൊപ്പം ജർമ്മനി എന്ന രാജ്യത്ത് അതും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായിട്ട് പഠിക്കുന്നതിനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2 അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഈ 2 രാജ്യങ്ങളും ഷെങ്കൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 28-29 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് യഥേഷ്ടം മൂവ് അറൗണ്ട് ചെയ്യുന്നതിനും ജോലി അവസരങ്ങളിലേക്കൊക്കെ എത്തുന്നതിനുമൊക്കെ കഴിയും. അപ്പോൾ ഈ 2 രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അതും ഒരു എക്സ്പേർട്ടിൽ നിന്നുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ ഓസ്ട്രിയയിലെയും ജർമ്മനിയിലെയും ഒക്കെ പഠന അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അലീന ഷിബിൻ, GB എഡ്യൂക്കേഷൻ്റെ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ്. അപ്പോൾ അലീനയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അലീന, വെൽക്കം ടു കരിയർ പാത്ത്. താങ്ക് യു സർ. മുൻപും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചില വീഡിയോകളുമായിട്ട് അലീന വന്നിട്ടുണ്ട്. അലീന, എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ ഓസ്ട്രിയയിലെ പഠനം പൊതുവെ വളരെ ചീപ്പാണ്, അതായത് ഫീസ് വളരെ കുറവാണ്. അതെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. തീർച്ചയായിട്ടും സർ. ഓസ്ട്രേലിയയിലെ ഫീസ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഇന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്ത് പോകുന്നത്. പ്രതിവർഷം 1.5 lakhs ഫീസിൽ പഠിക്കാം. 1.5 ലക്ഷം PG ചെയ്യുന്നതിൽ 3 lakh rupees. അതായത് ഇന്ത്യയിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഓസ്ട്രിയയിൽ പഠിക്കാം. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും. അപ്പോഴും ഈ ഓസ്ട്രിയ എന്തുകൊണ്ടാണ് ആകർഷകമാകുന്നത്? ഒരു ഫീസ് ഫാക്ടർ, വേറെ എന്തെങ്കിലും ഓസ്ട്രിയയെ കുറിച്ച് പറയാനായിട്ട്? ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഓസ്ട്രിയയെ കുറിച്ച് പറയാനാണെങ്കിൽ. ഒന്നാമത്, ഓസ്ട്രിയ എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ കൺട്രിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓസ്ട്രിയയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രിയ കൂടാതെ ഒരു 28 ഷെങ്കൻ രാജ്യങ്ങളും കൂടി, ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും സ്പെയിനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലെല്ലാം യഥേഷ്ടം മൂവ് അറൗണ്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസിനാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആദ്യമേ അറിയേണ്ട ആവശ്യമില്ല. IELTS മാത്രം ഒരു ഓവറോൾ 6.5 and above ആണ് സ്കോർ ചോദിക്കുക. അപ്പം ഫീസ് വളരെ കുറവാണ്. ഒരു ഷെങ്കൻ രാജ്യമാണെന്നുള്ള അട്രാക്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ് തോട്ടിൽ പഠിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഓസ്ട്രിയയുടെ പാർട്ട് ടൈം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പഠിക്കാനോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാം. 1 yearന്റെ സ്റ്റേ ബാക്ക് ഉണ്ട്. പിന്നെ ഓസ്ട്രിയ ഒരു സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി കൂടിയാണ്. അതായത് നമ്മുടെ ഡിപ്പെൻഡിനെയും വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ പല അഡ്വാൻറ്റേജസ്, ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓസ്ട്രിയയിൽ എന്തൊക്കെ കോഴ്സുകളായിരിക്കും കൂടുതലായിട്ട് പഠിക്കാനുള്ള? PG പ്രോഗ്രാംസ് ആയിരിക്കും അല്ലേ? അതെ, PG പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് നാച്ചുറൽ റിസോഴ്സസിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടും IT റിലേറ്റഡ് ആയിട്ടും ഒക്കെ. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കോഴ്സുകളൊക്കെ ധാരാളം ഓസ്ട്രേലിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു റിക്കമെൻഡ് പറഞ്ഞത് IELTS പറഞ്ഞു. IELTS അതേപോലെ മാർക്ക് പെർസെന്റേജ് അങ്ങനെ എന്തെങ്കിലും 60% and above. 60% and above ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ IELTS ൽ ഒരു 6.5 and above സ്കോറും ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ മാസ്റ്റർ സ്റ്റുഡൻസിന് അഡ്മിഷൻ. ഇത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഓസ്ട്രിയയുടെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഓസ്ട്രിയയിൽ ലഭ്യമായിരിക്കുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിൽ അതൊരു ഫ്രീ എഡ്യൂക്കേഷൻ്റെ അവസരം ഓഫർ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും. ജർമ്മനിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് പഠിക്കാം. ഓൺ ആൻ ആവറേജ് ഡിഗ്രിക്ക് ഒരു 65 to 70% മാർക്ക് ഉണ്ടാവുകയും IELTS ഒരു ഓവറോൾ 6.5 ബാൻഡ് സ്കോർ കിട്ടുകയും ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ജർമ്മനിയിലെ ലെജൻഡറി ആയിട്ടുള്ള ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോഴും ഇത് പൂർണ്ണമായിട്ട് സൗജന്യമാണോ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഫീസുകൾ ഇതിനകത്ത് വരുമോ? തീർച്ചയായിട്ടും സർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ചോദിച്ചത്. നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, അതായത് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നില്ല. എങ്കിലും സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ സെമസ്റ്ററിലും ഇന്ത്യൻ റുപ്പീസിൽ ഒരു 50,000 രൂപയ്ക്ക് താഴെ ഒരു എമൗണ്ട്, 2 ലക്ഷം രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 yearന്റെ ലിവിംഗ് കോസ്റ്റ്, അതിപ്പോ വരുന്നത് 11,904 euros ആണ്. നമ്മുടെ
എക്സ്ചേഞ്ച് റേറ്റിൽ ഏകദേശം ഒരു 10.5 ലക്ഷം രൂപയോളം. ഇത് ഷോ മണി, അതായത് നമ്മുടെ അക്കൗണ്ടിൽ കണ്ടാൽ മതി. അതെ, സ്റ്റുഡന്റ് അക്കൗണ്ടിലേക്ക് ജർമ്മനിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും സ്റ്റുഡന്റ് അവിടെ ചെന്ന് ഒരു വർഷം കൊണ്ട് നമുക്കത് മുഴുവനായി തിരിച്ചെടുക്കാനും ഓരോ മാസവും ഒരു പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു എമൗണ്ട് അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു 50,000 അറൗണ്ട് ഒരു പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, പിന്നെ ഏജൻസി ഫീ ആയിട്ട് വളരെ കൺസൾട്ടൻസി ഫീ വരും. അതിൽ തന്നെ ഹൈ പെർസെന്റേജ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ അതിലും നമ്മൾ ഡിസ്കൗണ്ട്സും സ്കോളർഷിപ്സ് എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. അലീന, ഇപ്പൊ ഈ ജർമ്മനി ഒരു അട്രാക്ഷൻ ആയിട്ട് ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ വരുന്നുണ്ടല്ലോ അല്ലേ? എന്തായിരിക്കും ജർമ്മനി ഇപ്പൊ പെട്ടെന്നൊരു അട്രാക്ഷൻ ആയിട്ട് വരാൻ കാരണം? തീർച്ചയായിട്ടും സാർ, അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതായത് ഇന്ത്യൻ പ്രൊഫഷണൽസിന്, ഇന്ത്യൻ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷൻസിന്റെ അവരുടെ ആനുവൽ വിസ കോട്ട 20,000 വിസ എന്നുള്ളതിൽ നിന്ന് ഓൾ ഓഫ് എ സഡൻ 90,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തായിരുന്നു. ജർമ്മനി ഇൻക്രീസ് ചെയ്തായിരുന്നു. അതും ഇന്ത്യൻ പ്രൊഫഷണൽസിന് തന്നെ. റീസെന്റ് ഉള്ള ജർമ്മനിയുടെ ചാൻസലറിന്റെ ഹയർ നമ്പർ ഓഫ് വിസാസ് ആണ്. മാത്രമല്ല 2026 കൂടി ഒരു 240,000 പ്രൊഫഷണൽസിനെ, പ്രത്യേകിച്ച് IT, ഹെൽത്ത്, ഹോസ്പിറ്റാലിറ്റി, സ്കിൽഡ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളവർക്ക് ഇത്രയധികം വേക്കൻസീസ് ഫില്ലപ്പ് ചെയ്യാൻ കൂടി ജർമ്മനി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ അവരുടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ ഇത്രമാത്രം ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കാൻഡിഡേറ്റ്സിനെ, എസ്പെഷ്യലി ഇന്ത്യൻ പ്രൊഫഷണൽസിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ ജർമ്മനി. തീർച്ചയായിട്ടും. അതെ. ഈ ജർമ്മനിക്ക് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ APS അല്ലെ, അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതെന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. APS എന്ന് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിലേക്ക് പഠിക്കാൻ പോകുമ്പോഴേക്കും അവരുടെ സർട്ടിഫിക്കറ്റ്സ് ജെന്യുവിൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിന്റെ എല്ലാ സപ്പോർട്ടും GB എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതുമാണ്. ഇനിയും ജർമ്മനിയുടെ ഇൻടേക്ക് ഒക്കെ എങ്ങനെയായിരിക്കും അതൊന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും 2 ഇൻടേക്ക് ആണ് ജർമ്മനിക്ക് വരുന്നത്. ഒന്ന് മാർച്ച് ഏപ്രിൽ, 2 സെപ്റ്റംബർ ഒക്ടോബർ. ഈ 2 ഇൻടേക്ക് ആണ് വരുന്നത്. സോ ഇനി അടുത്ത ഇൻടേക്ക്, അതായത് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സോ സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് അവരുടെ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വരുന്ന ഇൻടേക്കിലേക്ക് ജർമ്മനിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഓസ്ട്രിയയിലും ജർമ്മനിയിലും രണ്ടിടത്തും ജർമ്മൻ പഠിക്കണമെന്നില്ല, ഇംഗ്ലീഷ് തോട്ടിൽ തന്നെ ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസിൽ പഠിക്കാൻ പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ ദിസ് വാല്യുബിൾ ഓപ്പർച്യൂണിറ്റി. അപ്പം ജർമ്മനി, ഓസ്ട്രിയ 2 യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഷെങ്കൻ രാജ്യങ്ങൾ എന്ന് വിളിക്കാം. ഈ 2 രാജ്യങ്ങളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഒന്നിൽ ജർമ്മനിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരമാണെങ്കിൽ, ഓസ്ട്രിയ എന്ന രാജ്യത്ത് 1.5 ലക്ഷം രൂപ പെർ ഇയർ ഫീസിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങളാണ് അലീന നമ്മളോട് സൂചിപ്പിച്ചത്. ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GB എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. GBയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ ഈ ഓപ്പർച്യൂണിറ്റികൾ മറ്റ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല UK പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലെ അവസരങ്ങളും അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.